എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ് എമ്പുരാൻ സിനിമയിൽ ആരൊക്കെയുണ്ട്? ഇതൊക്കെ ഒരു വലിയ ചോദ്യമാണ്. വൻ ചർച്ചകളും വൻ റൂമറുകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മൾ സ്വപ്നം കാണുന്നത് പോലെയാണ്. അതായത് ഈ ലോകത്തിലെ ഏത് രാജ്യത്തിലും എവിടെയൊക്കെ സിനിമ ഉണ്ടോ അവിടെയൊക്കെ അഭിനയിക്കുന്നവരിലേക്ക് നമുക്ക് എത്താൻ പറ്റും. പിന്നെ ഇപ്പൊ മാത്രം 27 മുമ്പ് വരെ 27 ശേഷം പിന്നെ എത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ അത് സ്വപ്നമായിട്ട് നിൽക്കുന്നു. പിന്നെ ലൂസിഫർ 3, അതായത് 3ാമത്തെ ഇൻസ്റ്റാൾമെന്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി സ്വപ്നം കണ്ടു തുടങ്ങാം. അതെ, പിന്നെയും കണ്ടു തുടങ്ങാം. എന്താണെങ്കിലും ഇപ്പം വൻ എന്താ പറയാ, എല്ലായിടത്തും ചർച്ചകളാണ് നടക്കുന്നത്. ആരൊക്കെയാണുള്ളതെന്നുള്ളത് അത് ഇവരുടെ ഇന്റർവ്യൂസും പ്രൊമോഷൻ ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലാലേട്ടന്റെ ഒരു സൈഡിലുണ്ടെങ്കിൽ അപ്പുറത്ത് പൃഥ്വിരാജിന്റെ നടക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും ഇന്റർവ്യൂസ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലാലേട്ടനോട് കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ ചോദിച്ച ചോദ്യത്തിന് ലാലേട്ടൻ പല ഉത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ആരൊക്കെയാണെന്നുള്ളത് ഇപ്പൊ നമുക്ക് തന്നെ കൺഫ്യൂഷനാണ്. മുതല് അതാരാണെന്നുള്ള ഒരു ചർച്ചയാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഈ ചർച്ചയിൽ കൂടുതൽ പേരും മലയാളത്തിലെ പല നടന്മാരും വെച്ച് കണ്ടു. അത് നമ്മൾ കാണുമ്പോൾ ഞങ്ങൾ സ്വയം എന്തിനാണ് ഇവരെ ഈ ഒരു ക്യാരക്ടറിലേക്ക് ചിന്തിക്കുന്നുള്ള ഒരു സ്വാഭാവികമായിട്ട് ചോദ്യം വരുമല്ലോ. അത് ഒരിക്കലും അങ്ങനത്തെ മലയാളത്തിൽ നിന്ന് ഒരു ക്യാരക്ടേഴ്സ് ആയിരിക്കില്ല. അത് അതെ, അങ്ങനെ ഒരു ക്യാരക്ടേഴ്സും കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമേന്റെ വലിപ്പം അവിടെ തീർന്നില്ലേ? ഒരിക്കലും അത് ആവില്ലല്ലോ. കാരണം വിദേശത്ത് നടക്കുന്ന കുറേ പരിപാടികളാണ് ഇനി കൂടുതലായിട്ട് വരാൻ പോകുന്നത്. അതെ, 3ലേക്ക് അത് കുറച്ചും കൂടി വ്യാപിക്കും. അപ്പോൾ ഈ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ മെയിൻ വില്ലനായിട്ട് നമ്മുടെ കവുകണ്ട്, അതായത് എറിക് ബെനെ. അതല്ലാതെ ആൾക്കും മുകളിൽ ഒരാളുണ്ട്. അതൊരിക്കലും ഒരു മലയാളത്തിലെ ഒരു സ്റ്റാറിനെ കൊണ്ടുപോയി വെക്കുമോ? അതും പറയുന്നത് ആരൊക്കെ? ഫഹദ് ഫാസിലിനെ. പിന്നെ ആ ബ്ലാക്ക് ഇട്ട വ്യാളിപ്രിന്റ് ഷർട്ടില്ലേ, അത് നമുക്ക് ഫഹദിനൊക്കെ തോന്നും. അത് തെറ്റില്ല. അതെ, എന്നാലും ഇവിടുന്ന് ആരും ആയിരിക്കൂല. അതെ, അതൊരു ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ മെയിൻ വില്ലൻ ഇതിൽ ആരൊക്കെ പേരാ പറയുന്നത്? ഒന്ന് ഷാറൂഖ് ഖാൻ, ആമിർ ഖാൻ. ഇതൊക്കെ പിന്നെ ആയ ഷാറൂഖ് ഖാൻ, ആമിർ ഖാൻ, കമൽഹാസൻ പറയുന്നവരുണ്ട്. പിന്നെ ഫഹദ് ഫാസിൽ, മമ്മൂട്ടി, അങ്ങനെ കൊറേ. ഇതൊന്നും അല്ല, പിന്നെ വേറെ ആരൊക്കെയോ വരുന്നുണ്ട്. എത്രയോ പേരാ വരുന്നതെന്ന് നമുക്ക് തന്നെ അറിഞ്ഞൂടാ. മമ്മൂക്കയുടെ കാര്യത്തിൽ ഒരുപാട് ചോദ്യങ്ങളാണ്. അത് വലിയൊരു ചർച്ചയായിട്ട് തന്നെ ഇപ്പോൾ പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ലാലേട്ടൻ തന്നെ ഇന്റർവ്യൂവിൽ ഇപ്പം അത് ശരിക്കും അങ്ങ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതായത് മമ്മൂക്ക ഈ സിനിമയിലുണ്ടോ എന്നുള്ള രീതി ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ഇതിന് മുൻപുള്ള ഇൻ്റർവ്യൂവിലും ഞങ്ങൾ നേരിട്ടു. അതായത് ഈ വ്യാളിപ്രിൻ്റുള്ള ആ തിരിഞ്ഞു നിൽക്കുന്നത് ആര്, അത് മമ്മൂക്കയാണോ ഫഹദാണോ എന്നൊക്കെ ചോദിച്ചു. ഇത് അവർ രണ്ടുപേരും അല്ല എന്നാണ് പറഞ്ഞത്, മറ്റൊരു ആക്ടറാണെന്ന് പറഞ്ഞത്. അതായത് ഈ വ്യാളിപ്രിൻ്റ് ഡ്രസ്സിലുള്ളത് ഇവർ രണ്ടുപേരും അല്ലാന്ന് കൺഫേം ചെയ്ത് ഓപ്പണായിട്ട് അങ്ങ് പറഞ്ഞിട്ടുള്ളത്. ചോദ്യം മനസ്സിലാക്കണം, മമ്മൂക്ക സിനിമയിൽ ഉണ്ടോന്നാണ് ചോദിച്ചത്. ചോദ്യത്തിന് ഉത്തരം വന്നത് വ്യാളിപ്രിന്റിന്റെ ആള് മമ്മൂക്കയാണോ ഫഹദാണോ എന്നുള്ള സാധനത്തിനുള്ള ഉത്തരവാണ് കൊടുത്തത്. അതെ, ആ വ്യാളിപ്രിന്റിലുള്ള ആള് മമ്മൂക്കയും ഫഹദും അല്ല എന്ന് പറഞ്ഞു. യെസ്. അപ്പൊ അതിനർത്ഥം ഇതല്ലാതെ വ്യാളിപ്രിന്റ് അല്ലാതെ മമ്മൂക്ക ഉണ്ടെന്നാണ്. അങ്ങനെ അർത്ഥം വരുമോ? ചോദിച്ച ഉത്തരം പറയുന്നത് നോക്കുമ്പോ അങ്ങനെയല്ലേ വരുന്നത്. അതെ, ശരിക്കും അത് നമുക്ക് തെറ്റിദ്ധാരണ കൊണ്ട് അങ്ങനെ തോന്നുന്നു. നമ്മളിങ്ങനെ, അതായത് മമ്മൂക്ക ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് തോന്നി ആ ഒരു മനസ്സിലിരിക്കുമ്പോ ചിലപ്പം അതിനകത്ത് അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലേ എന്ന് തോന്നിപ്പോണതായിരിക്കാം ചിലപ്പോ. അത് ശരി, ഡീകോഡിങ് രീതിയിൽ നോക്കുമ്പോഴേ എന്തുകൊണ്ട് ആള് മറ്റൊരു ഇന്റർവ്യൂവിൽ അങ്ങനെ ചോദിച്ചു, ആ ചോദ്യം അല്ല മുന്നേ നിന്ന് വന്നത്. അതെ, ആ ചോദ്യം അങ്ങോട്ട് എടുത്തിട്ട് എന്നിട്ട് പറയാണ് ആ വ്യാളിപ്രിന്റിലുള്ള ആള് അത് രണ്ടുപേരും അല്ലാന്ന്. അതായത് തലേ ദിവസം ചോദിച്ച ചോദ്യം ഇപ്പുറത്ത് ഉത്തരാക്കി കൊടുത്തു. അതെ, അതായത് മമ്മൂട്ടി ഫഹദും അല്ല എന്നുള്ളത്. അല്ലെങ്കിൽ പല ചോദ്യങ്ങളും മറ്റെന്തൊക്കെയോ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ഇതിന്റെ എന്താണ് എന്നുള്ളത് അറിഞ്ഞുകൂടാ. നമുക്ക് ഇല്ല എന്നുള്ളത് തന്നെ ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. പക്ഷെ ഒരു 5% സാധ്യത വേണമെങ്കിൽ ഇപ്പുറത്ത് വെക്കാം. അപ്പോഴും തള്ളിക്കളയാൻ പറ്റൂല, പറഞ്ഞ ഉത്തരം അങ്ങനെ ആയതുകൊണ്ട്. പിന്നെ പല ആൾക്കാരും ഈ പറയുന്ന ഷാറൂഖ് ഖാനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ.
ഷാറുഖ് ഖാനൊക്കെ ഉണ്ടെങ്കിൽ പടം ഏതായിരിക്കും റേഞ്ച് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. ഏത് ലെവലിൽ പിന്നെ എനിക്ക് ഇവര് ഇത്രമാത്രം പ്രൊമോഷൻ കൊടുത്ത് അല്ലെങ്കിൽ നോർത്തിലേക്കൊക്കെ ഇത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ നോർത്ത് സൈഡിൽ നിന്ന് ആരെങ്കിലും ഒരാൾ അതിനകത്ത് ഉണ്ടാവൂലേ? അത് ഭയങ്കരമായിട്ട് അങ്ങ്, അതായത് ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നോർത്തിലേക്കാണ്. അതെ. അപ്പോൾ നോർത്ത് ഏരിയയിൽ നിന്ന് ഏതോ ഒരു ആക്ടറാണ് എന്നുള്ള ഒരു സംശയം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതില് അമീർ ഖാനോ ഷാറുഖ് ഖാനോ ആരും ആവാം. അത് രണ്ട് രീതിയിലും. ഒന്ന്, ഷാറുഖ് ഖാനെ വെച്ച് സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നു, അതെൻ്റെ ഡ്രീമാണ് എന്ന് ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു? പൃഥ്വിരാജ്. നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊന്ന്, ആമിർ ഖാൻ്റെ പെങ്ങള് ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ആമിർ ഖാൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ഇതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ തമ്മിലുള്ള ബന്ധവും വളരെ നല്ല ബന്ധമാണ്. അപ്പോൾ മേ ബി ഏതും വിചാരിക്കാട്ടോ, നമുക്ക് ഒരിക്കലും ഇത് ഇന്ന ഇതിലായിരിക്കും ഉറപ്പിക്കാൻ പറ്റില്ല. ആരായിരിക്കും ഒരു ഐഡിയ ഇല്ല. എന്താണെങ്കിലും മമ്മൂക്ക അല്ല എന്നുള്ള കാര്യം, അതായത് മറ്റേ വ്യാളി പ്രിന്റ് ഉള്ള ഷർട്ടിലുള്ളത് മമ്മൂക്ക അല്ല എന്നുള്ള കാര്യം ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കൺഫേം ചെയ്തു, ഓപ്പൺ ആയിട്ട് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും എന്താ പറയാ, എനിക്കൊരു മെസ്സേജ്, അതായത് ഇതാണ് മെസ്സേജ്, വളരെ ജെന്യൂനായിട്ട് പറഞ്ഞൊരു മെസ്സേജാണ്. ലാലേട്ടനും മമ്മൂക്കയും മലയാളത്തിലുള്ള എല്ലാവർക്കും ഒരുപോലെയാണ്. നിങ്ങൾ എന്തിനാണ് ലാലേട്ടനെ കൂടുതലായിട്ട് പൊക്കുന്നത്? അത് ശരിയല്ല. ഒരു മെസ്സേജ്. അപ്പോൾ ആൾക്കൊരു മറുപടി കൊടുക്കാനായിട്ട് ഞാൻ നിന്നു, പക്ഷേ വേണ്ട, അത് വീഡിയോയിൽ പറയാമെന്ന് കരുതി. പറഞ്ഞു. ഇത്രേ ഉള്ളൂ പറയാനുള്ളത്. അതായത് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയിട്ട് 4 വർഷമായി. അതിൽ 3 വർഷമാണ് ഞങ്ങൾ സിനിമയുടെ കണ്ടന്റിലേക്ക് തിരിഞ്ഞിട്ട്, 3 വർഷം എന്ന് പറയാം. ചാനൽ തുടങ്ങിയിട്ട് 4 ആയി, പക്ഷേ സിനിമയുടെ കണ്ടന്റ് തുടങ്ങിയിട്ട് 3 വർഷം. ഈ 3 വർഷത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പൊക്കിയിട്ടുള്ളത് മമ്മൂക്കയാണ്. ഞങ്ങൾക്കൊരു അവസരം കിട്ടുമ്പോൾ ലാലേട്ടനൊന്ന് പൊക്കിക്കോട്ടെ, എന്താ അതിനിത്ര പ്രശ്നം? ഞങ്ങളെല്ലാവരും ഇഷ്ടം പോലെ ആൾക്കാരെ പൊക്കുന്നത്, ലാലേട്ടനെയും പൊക്കട്ടെ. ഇതിനകത്ത് എന്താണെന്നറിയാ, ഇതിനകത്ത് മമ്മൂക്ക സിനിമ ഇപ്പൊ വന്നത്, ഇപ്പൊ ഈ എമ്പുരാന്റെ സ്ഥാനത്ത് ബസൂക്ക ആയിരുന്നു എന്ന് വിചാരിച്ചു റിലീസിന് എത്തുന്നത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബസൂക്കന്റെ വീഡിയോസ് ആയിരിക്കും ഇടുക. അപ്പം ഈ പറയുന്ന ഇതേപോലത്തെ ഈ ഒരേ രീതിയിൽ രണ്ടുപേരെയും കാണുന്ന ആളുണ്ടല്ലോ, ആള് തന്നെ വരും. എന്നിട്ട് ചോദിക്കും, നിങ്ങൾ എന്താണ് രണ്ടുപേരും ഒരേപോലെയാണ്, നിങ്ങൾ എന്തിനു മമ്മൂക്കേനെ ഇങ്ങനെ നോക്കുന്നു? കാരണം ഇതിനു മുൻപ് നമ്മള് മമ്മൂക്കയെ പൊക്കി ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ബ്രഹ്മയുഗത്തിന്റെ ഒക്കെ സമയത്ത് ചിന്തിച്ചാൽ മതി. ടർബോ പോലത്തെ ഒരു സിനിമ, വേറെ ജോണറിൽ വരുന്ന 2 സിനിമകളാണ്. ഇതിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ പോസിറ്റീവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങൾ നന്നായിട്ട് പൊക്കി അടിച്ചിട്ടുമുണ്ട്. ഇത് പൊക്കി അടിക്കുന്നല്ല, ഇതൊക്കെ ഉള്ള സത്യങ്ങൾ തന്നെയല്ലേ. പറഞ്ഞിട്ടുള്ളതെല്ലാം ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള സത്യങ്ങളാണ്. അത് ലാലേട്ടൻ്റെ കാര്യത്തിലും ഞങ്ങൾക്ക് വെറുതെ ഇല്ലാത്ത കാര്യം പൊക്കി അടിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഞങ്ങളുള്ളത് പോലെ തന്നെ ഞങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നു. ഇപ്പോൾ ഒരു നെഗറ്റീവ് വന്നൊരു കാര്യം, നെഗറ്റീവ് സംഭവിച്ചിരിക്കുന്നു ഒരു സിനിമ. അപ്പോൾ മലൈക്കോട്ടെ വാലിബൻ റിലീസിന് ശേഷം നെഗറ്റീവാണ് സംഭവിച്ചത്. ആ സമയത്ത് ഇരുന്നിട്ട് എന്താലേ ലാലേട്ടൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്താലേ എന്ന് പറയാൻ പറ്റുമോ? ആകെ ഉള്ളത് അതിലെ ലാലേട്ടൻ്റെ പെർഫോമൻസ് മാത്രമാണ് ഞങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അത് ഞങ്ങൾ നല്ലത് പറഞ്ഞിട്ടുണ്ട്, ബാക്കിയൊക്കെ ഞങ്ങൾക്ക് അപ്പോഴും വിമർശിക്കാനേ തോന്നിയിട്ടുള്ളൂ. തീർച്ചയായിട്ടും ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് അവസരം കിട്ടുമെന്ന് കരുതി നിന്നതിനെല്ലാത്തിനും ഞങ്ങൾക്ക് കൂടുതൽ നെഗറ്റീവ് പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. വല്ലപ്പോഴുമാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. റെക്കോർഡുകൾ ഇങ്ങനെ ഇടുന്ന ഒരു സിനിമ, അതായത് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു സിനിമ എമ്പുരാൻ. അത് കിട്ടുമ്പോഴെങ്കിലും ഞങ്ങളൊന്ന് പൊക്കി പറഞ്ഞോട്ടെ. അതുമല്ല, ഇപ്പം ഇങ്ങനെ ഒന്ന് ലാലേട്ടനെ പൊക്കി പറഞ്ഞത് എനിക്ക് തോന്നുന്നു നേരാണ്. അതെ, നേരിന് ശേഷം ഇങ്ങോട്ട് ജയിലർ പിന്നെ ആ കുറഞ്ഞ സീനേ ഉള്ളൂ. എന്നാൽ പോലും നമ്മളത് ആഘോഷിക്കാൻ പറ്റുന്നതിന്റെ ഹൈ വോൾട്ടേജിൽ ആഘോഷിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് മമ്മൂക്കേന്റെ എല്ലാ സിനിമകളും, ഈ വന്ന സിനിമകളെല്ലാം ആഘോഷിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്തിനു പറയുന്നു, ഡൊമിനിക് വരെ നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. കാരണം അതിന്റെ ആ ക്യാരക്ടറിനെ ആയിരുന്നു ഇഷ്ടപ്പെട്ടത്, ഭയങ്കര രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് എന്താണെന്ന് അറിയോ, ഒരു സൈഡിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം. ഞങ്ങൾ ശരിക്കും 2 സൈഡും ഒരേ രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ഈ 2 സൈഡ് ഇങ്ങനെ മുകളിലായിട്ട് 2 ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഏത് മമ്മൂക്കയും ലാലേട്ടനും. അത് കഴിഞ്ഞ് അതിന് താഴെയും കുറെ ആൾക്കാരുണ്ട്. അത് 2 സൈഡാണെന്നല്ല, ഒരു കൂട്ടാൾക്കാർ. ആ കൂട്ടത്തിലുള്ള എല്ലാവരും ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ദുൽഖറിനെ ഞങ്ങൾ എത്രത്തോളം പൊക്കിയിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ് പറഞ്ഞ സമയം ഉണ്ടായിട്ടുണ്ട്, അതായത് കിങ് ഓഫ് കൊത്തയുടെ സമയത്ത്.
ഇനി പൃഥ്വിരാജിന്റെ കാര്യം പറയാം. നമ്മൾ ജനഗണമനന്റെ സമയത്ത് പിന്നെ കടുവ ഇതിന്റെയൊക്കെ സമയത്ത് നമ്മൾ എന്തോരം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പതാ കാര്യം ഇനിയിപ്പോ ഇതിന്റെ ഇടയ്ക്ക് ഉണ്ണിമൂന്തൻ ഈ മാർക്കോന്റെ സമയത്ത് നമ്മൾ എന്തോരം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിനു മുന്നേ ആളുടെ മറ്റേ എന്തായിരുന്നു മാളികപ്പുറം അതെ ഭയങ്കരമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള. കാരണം നമുക്ക് എന്താണോ തോന്നുന്നത് അവരുടെ സിനിമ കാണുമ്പോൾ അപ്പൊ നമ്മളത് പറയാറുണ്ട്. പിന്നെ അതിന് സ്പെഷ്യൽ വീഡിയോസ് ഒക്കെ ചെയ്ത് ഇഷ്ടംപോലെ ഇറക്കിവിടും. ഓർമ്മല്ലേ? അതായത് നമ്മൾ എത്രത്തോളം വീഡിയോ ചെയ്തിട്ടുണ്ട് മാർക്കോയ്ക്ക്. പക്ഷെ അതിനുശേഷം വന്ന സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഞങ്ങൾക്ക് അങ്ങനെ വീഡിയോ ചെയ്യാൻ തോന്നിയിട്ടില്ല. പക്ഷേ ആൾക്കാർക്ക് ഇടയിലേക്ക് അങ്ങനെ കയറിയിട്ടുണ്ടാവും. ഒരു ആവറേജ് സിനിമയാണ്, ശരിയാണ്. പക്ഷെ നമുക്ക് വമ്പൻ ആഘോഷമായിട്ട് അത് കൊണ്ടാടാൻ തോന്നിയിട്ടില്ല. അങ്ങനെയുള്ള സിനിമ അല്ലാതെ. അപ്പോൾ അങ്ങനെയുള്ള സിനിമ വരുമ്പോൾ ലാലേട്ടൻ്റെ കാര്യം തന്നെ പറയാം. ഇത് ഇനി ഇതുപോലെ ഒരു ഹൈപ്പില്ലാത്തൊരു സിനിമ വരും. ഇപ്പോൾ ഒരു റയറായിട്ട് അങ്ങനെ ഹൈപ്പില്ലാത്ത ലാലേട്ടൻ മൂവി വരുള്ളൂ. എലോണൊക്കെ അങ്ങനെയുള്ള സിനിമയാണ്. ഇനി അതൊന്നും സംഭവിക്കും തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ സംഭവം ഇനി ലാലേട്ടന്റെ കരിയറിൽ ഉണ്ടാവും സംശയമാണ്. അത് കോവിഡിന്റെ സമയത്ത് അങ്ങനെ ചെയ്തു പോയ സാധനങ്ങളൊക്കെയാണ്. അതൊന്നും ഇനി വരുന്നില്ല. ഇനി അങ്ങനെ ഒരു ലെവലിൽ സിനിമകളൊന്നും ഇനി ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യത വളരെ കുറവാണ്. ഇനി തോന്നുന്നു കുറച്ചെങ്കിലും ഹൈപ്പ് കുറവിൽ വരിക നമ്മുടെ അനുമേനോൻ മൂവി ആയിരിക്കും. അതെ, അതും ചിലപ്പം ആളെ ഈ വരുന്ന ഇപ്പൊ എമ്പുരാൻ പിന്നെ തുടരും അങ്ങനത്തെ സിനിമകളൊക്കെ കത്തി കയറി നിൽക്കുവാണെന്നുണ്ടെങ്കിൽ അതിനും ഓട്ടോമാറ്റിക്കലി ഒരു ഹൈപ്പ് കിട്ടും. അത് ലാലേട്ടൻ സിനിമ ആണല്ലോ എന്നുള്ളത്. ഇതിന്റെ പ്രത്യേകത അത് മമ്മൂട്ടി ലാലേട്ടനൊക്കെ അഭിനയിക്കുന്ന സിനിമകൾക്ക് അവരുടെ സിനിമകൾ എന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊരു ഹൈപ്പ് ഉണ്ട്. അതെ, ആ രീതിയിലുള്ള ഹൈപ്പായിട്ട് വരും. എന്താണെങ്കിലും ഇപ്പൊ ആള് ചോദ്യത്തിനുള്ള ഉത്തരം ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരാളെ മുകളിലോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഒരാൾ മുകളിൽ ഒരാൾ താഴെയാക്കി വെച്ചിട്ടില്ല. നമുക്ക് നമ്മുടെ മുന്നിൽ ഇവർ രണ്ടുപേരും ഒരേപോലെ തന്നെയാണ്. അതങ്ങനെ തന്നെയാണ് ഇവരുടെ സിനിമകളുടെ വലിപ്പം അല്ലെങ്കിൽ വരാൻ പോകുന്ന ഏത് രീതിയിലുള്ള സിനിമ അതിനൊക്കെ അനുസരിച്ചാണെന്ന് മാത്രം വീഡിയോസ് കൂടുതൽ വരുന്നത്. അത്രേ ഉള്ളൂ. എന്താണെങ്കിലും പൂവല്ലേ, എന്താണെങ്കിൽ ഞങ്ങൾ പൂവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.